Good morning and good evening. How are you everybody? നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. പ്രഭാതവന്ദനങ്ങൾ, സന്ധ്യാവന്ദനങ്ങൾ. I believe you're all doing well. സ്നേഹത്തിന് ഒരു ആക്ഷൻ ഉണ്ടായിരിക്കണം. For love, there must be an action. അത് നമ്മുടെ ജീവിതത്തിലെ ഗ്രേറ്റസ്റ്റ് കമാൻഡ്മെന്റ് ആണ്. That is the greatest commandment in our life. ഏറ്റവും വലിയ കൽപ്പനയാണ് സ്നേഹം. The greatest commandment is love. 1 Corinthians chapter 13 verse 1. 1 കൊരിന്ത്യർ 13 അധ്യായം 1 വാക്യം. ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. If I speak in the tongues of men or of angels, but do not have love, I am only a resounding gong or a clanging cymbal. നമുക്ക് ടങ്സ് ഉണ്ടെങ്കിലും ഗിഫ്റ്റ് ഉണ്ടെങ്കിലും എന്തെല്ലാം ഉണ്ടെങ്കിലും സ്നേഹമാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ്. യേശുവിൻ്റെ സ്നേഹം മുഖാന്തരമാണ് നമുക്ക് കർത്താവിരിക്കുന്ന സ്വർഗരാജ്യത്തിൽ പോകാൻ വഴിയൊരുക്കി തന്നിരിക്കുന്നത്. Even if we speak in tongues or if we have spiritual gifts, I want to tell you that love is more greater than all of that. It is only because of the love of Jesus that we have received access to heaven. നാം ചിലപ്പോൾ ചില സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ സംസാരത്തിൽ വന്ന പ്രയാസങ്ങൾ വരുമ്പോൾ എല്ലാം സ്റ്റോപ്പ് ചെയ്ത് പുറകോട്ട് പോകുന്നവരായിരിക്കും. പക്ഷെ അങ്ങനെയല്ല. ആ സംഭവിച്ച കാര്യങ്ങളിൽ ക്രമീകരണം വരുത്തി അവൻ പ്രാർത്ഥിച്ച സ്നേഹം ഏറ്റെടുത്ത് ബിൽഡ് ചെയ്ത് നാം മുന്നോട്ട് പോകണം. When issues happen in our life, when problems happen, sometimes we decide to stop everything and go backwards. But instead, we must build each other. We must continue to forgive and love and move forward. Love in action. പ്രവർത്തനത്തിലുള്ള സ്നേഹം. സ്നേഹത്തിന് ഒരു പ്രവൃത്തിയുണ്ട്, പ്രവൃത്തിക്ക് ഒരു സ്നേഹവുമുണ്ട്. There is a love for our action and there is an action for love. സ്നേഹം എന്ന വാക്ക് ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം വളരെ സീറോയാണ്, കട്ടപ്പുകയാണ്. In our life, if there is no love, then it is a total zero. നാം യോഹന്നാന്റെ സുവിശേഷവും യോഹന്നാന്റെ ലേഖനവും ഇതെല്ലാം പഠിക്കുമ്പോൾ എല്ലാറ്റിനകത്തും സ്നേഹം സ്നേഹം ദൈവം സ്നേഹം തന്നെ. ദൈവം സ്നേഹിക്കുന്നു, ദൈവം കരുതുന്നു. എത്ര പാപിയാണേലും ദൈവം സ്നേഹിക്കുന്നു. എത്ര കുഷ്ഠരോഗിയാണേലും ദൈവം സ്നേഹിക്കുന്നു. എത്ര പാപിനിയായ സ്ത്രീയാണേലും ലോകപ്രകാരം വളരെ മോശമായ നിലയിൽ ഫ്ലഷായി ജീവിക്കുന്ന വ്യക്തിയാണെങ്കിലും കർത്താവ് അവരെ സ്നേഹിക്കുന്നു. Love is the most important thing. When you read the Gospel of John and the epistles of John, something we continuously read over there is love, love, love. It says God loves you, God cares for you. And these are the things that are written about God's nature of love. And no matter who you are, if you're a sinner living in the worldly ways or in the fleshly ways, still God loves every sinner. ദൈവം സ്നേഹം തന്നെ. God is love. Love in action. നമ്മുടെ ജീവിതത്തിൽ സ്നേഹത്തിന് ഒരു പ്രവൃത്തിയുണ്ട്. Love has an action. അത് തന്നെയാണ് ഒരു ശമരിയാക്കാരനെ കുറിച്ച് കാണുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. That's exactly what we can see when we see the story of the Samaritan. മുറിവേറ്റ് കിടക്കുന്നവനെ കണ്ടപ്പോൾ, When the Samaritan man saw the wounded man, പലരും വഴിമാറിപ്പോയി. many people turned away and went. എന്നാൽ ഈ ശമരിയാക്കാരനെയും അവനെ തൊടാൻ അനുവദിക്കുന്നില്ല. പക്ഷേ അവൻ അതിനെ മറികടന്ന് അവന്റെ അകത്തുണ്ടായിരുന്ന സ്നേഹം ആ മുറിവേറ്റവനെ ശുശ്രൂഷിപ്പാൻ കാരണമാക്കി മാറ്റി. Even this Samaritan man is not allowed to touch that other man, but the love inside of him made him to cross all barriers and go and minister to him. നാം പല കാര്യങ്ങളും ചെയ്യുമ്പോൾ ലോകപ്രകാരം പല തടസ്സങ്ങളുണ്ട്. എന്നാൽ അവിടെ എല്ലാം ക്രിസ്തുവിന്റെ സ്നേഹം നമ്മെ നിർബന്ധിക്കുകയാണ് അതിലേക്ക് കടന്നു ചെന്ന് വിടുവിക്കുക, സഹായിക്കുക, ഹെൽപ്പ് ചെയ്യുക, സ്നേഹിക്കുക. അതാ ലവ് ഇൻ ആക്ഷൻ എന്നുള്ളത്. When we live in this world, we have many barriers and problems, but the love of Christ in us pushes us and pulls us to go and minister to other people. That is love in action. നിങ്ങൾക്ക് സ്നേഹത്തിന് ഒരു പ്രവൃത്തി ഉണ്ടായിരിക്കണം. Your love must have an action. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. I will pray for you. കർത്താവിന്റെ സ്നേഹത്തിന്റെ പ്രവൃത്തിയായിരുന്നു കാൽവരി ക്രൂശിലെ മരണം.
The action of Christ's love was his death on Calvary. യേശുവിന്റെ സ്നേഹത്തിന്റെ പ്രവൃത്തിയായിരുന്നു ലാസറിന്റെ ഭവനത്തിലെ മരണം. ആ മരണത്തിൽ ലാസറിനെ ഉയർപ്പിക്കുന്നു. The action which proved Christ's love was the fact that when he went to Lazarus' house and he raised Lazarus from the dead. നാം ചിന്തിക്കും, ആ അധൈര്യം ഉണ്ടാകും, പരവശമുണ്ടാകും, മനസ്സ് തകരും. അങ്ങനെയുള്ള സന്ദർഭങ്ങളിലും ദൈവം സഡനായി നമുക്ക് വേണ്ടി സ്നേഹത്തിന്റെ പ്രവൃത്തികൾ, അതാ കാനാവിലെ കല്യാണ വീട്ടിൽ വെള്ളം പെട്ടെന്ന് വീഞ്ഞായി മാറിയത്. When we are going through troubles and stuck situations, there suddenly God will do certain acts of love. Like he did at the wedding of Cana, he suddenly changed water to wine in the midst of their lack. ആ സ്നേഹം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉയർന്നു വരട്ടെ. Let that love increase in our life. സ്നേഹത്തിന്റെ വലിയ പ്രവൃത്തികൾ ഉണ്ടാകട്ടെ. Let great actions of love be manifest. സ്നേഹത്തിന്റെ പ്രവൃത്തിയാ നശിക്കുന്ന പാപിയെക്കുറിച്ചുള്ള ചിന്തകൾ ഉണ്ടാകുന്നത്. It is because of that action of love that we have the thoughts of the sinner who is dying. കർത്താവേ, എന്നെ സ്നേഹിക്കാൻ അങ്ങ് സഹായിക്കണമേ. Oh Lord, help me to love. ആമേൻ. സ്നേഹം എന്നെ പഠിപ്പിക്കണമേ. Lord, teach me about love. ആ ക്രിസ്തുവിന്റെ സ്നേഹം എനിക്ക് ആവശ്യമാണ്. Lord, I need the love of Christ. അതിലേക്ക് എന്നെ നയിക്കണമേ. Lead me into that. യേശുവേ, Oh Jesus, അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചതുപോലെ just like you loved us, അങ്ങേ സ്നേഹിപ്പാനും to love you also മറ്റുള്ളവരെ സ്നേഹിപ്പാനും and to love others. ആമേൻ. ഒരു കമ്പാഷൻ ഹൃദയം എനിക്ക് നൽകി തരണമേ. Give me a compassionate heart, O God. ഈ ജനത്തെ എല്ലാം അനുഗ്രഹിക്കുന്നു. I bless all these people. കർത്താവ് ഒരു വലിയ അത്ഭുതം ചെയ്യണമേ. Lord, do a great miracle. യേശുവിൻ നാമത്തിൽ തന്നെ. In the name of Jesus. ആമേൻ. Amen. ലവ് ഇൻ ആക്ഷൻ. മറക്കരുത്. ലവ് ഇൻ ആക്ഷൻ. Don't forget, love in action.